ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു വെക്കുക. കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിന് മറക്കാതെ ലൈക്ക് ബട്ടൺ എല്ലാവരും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇതിപ്പോൾ അന്നത്തെ ദിവസം രാത്രിയിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ രാത്രിയിലത്തെ ഫുഡ് കഴിക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിൽ ഒരു അരമണിക്കൂറും കൂടെ എനിക്ക് പണിയുണ്ട്. അത് പിറ്റത്തെ ദിവസത്തെ എനിക്ക് ഈസി ആക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന എൻ്റെ ഒരു എന്താ പറയുക, ഒരു സീക്രട്ട് ടൈമാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ അത് എത്ര ടൈം എന്നതിന് നാളെ എന്നാണ് നമുക്ക് കിച്ചണിൽ പണിയുള്ളത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സമയം. ചിലപ്പോൾ ഒരു 10 മിനിറ്റ് എടുക്കുള്ളൂ. ഇന്നിപ്പോൾ എനിക്കൊരു അരമണിക്കൂറിൻ്റെ അടുത്ത് വേണം കേട്ടോ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ എടുക്കട്ടെ. വേറൊന്നുമല്ല, നാളത്തെ ദിവസം ചെറുതായിട്ടൊന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം ഞാൻ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് കരുതി വെക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിനൊന്നും എല്ലാ ദിവസവും നമുക്കതുപോലൊന്നും ടൈം കിട്ടണമെന്നില്ല. അപ്പം ഞാൻ മനസ്സിലെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കും കേട്ടോ. രാവിലെ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ മനസ്സിലൊന്ന് പ്ലാൻ ചെയ്ത് വെക്കും കേട്ടോ. ലഞ്ചിന് ഇങ്ങനെ, ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ, അങ്ങനെ ഒന്ന് ചിന്തിച്ച് വെക്കും ചെറുതായിട്ട്. ഇന്നിപ്പോൾ കുറച്ച് സമയം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാമല്ലോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഒന്ന് ഉണ്ടാക്കുക നമ്മൾ ചിന്തിച്ച് വെക്കും. അപ്പോൾ അതിലേക്ക് തേങ്ങ ചിരകണമെങ്കിൽ അത് തേങ്ങ ചിരകി വെക്കും. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനത്തതൊക്കെ വേണമെങ്കിൽ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കും, അന്നത്തെ ദിവസത്തേക്ക് ഉള്ളതെങ്കിലും കേട്ടോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾസ് കാര്യങ്ങൾ എന്തെങ്കിലും കട്ട് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കും. അത് അത്രേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും പറയുന്ന ടൈം പോലും നമുക്കതിന് വേണ്ട കേട്ടോ. ചെറിയൊരു സമയം, ഒരു 10-15 മിനിറ്റ് മാത്രം മതിയാവും. ഇതിലിപ്പം ഞാൻ പറഞ്ഞു പോകുമ്പോൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ എന്തോ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നുമില്ല, സിമ്പിളാണ്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമുക്ക്, പിന്നെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് എന്താണ് നമുക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ ടൈം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളൊക്കെ വരും കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു സമയമാണ് അധികവും ചൂസ് ചെയ്യുക. പിന്നെ വൈകുന്നേരം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാൻ തന്നെയാണ് തോന്നുന്നത്. ചിലപ്പോൾ ഒന്ന് പുറത്തിറങ്ങും, ചെടി നനക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ടിരിക്കുമല്ലോ നമ്മൾ. ഇതിപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, കിച്ചണിലെ വർക്കെല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ചെയ്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പം അതൊക്കെ നമ്മൾ ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ ആയിരിക്കില്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ആളുകളുള്ളപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആളുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഇതിൽ ഡിഫറെൻറ്റ് പണികളൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്തു വെക്കുക. അപ്പോൾ നാളത്തേക്ക് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നാളെ ഞാനൊരു വീഡിയോ ഇങ്ങനെ കണ്ട്, നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ കാണുമ്പോൾ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ട ഒരു ഭയങ്കര ഈസി ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് നോക്കാം, ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടും എനിക്ക് കറിക്ക് വേണ്ടിയിട്ട് ഫിഷ് കറി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ട് വന്നു. അപ്പോൾ ഞാൻ സവാളയൊക്കെ എടുത്തത് ബിരിയാണിയിലേക്ക് വേണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നാളെ ലഞ്ചിലേക്ക് ഞാൻ ആ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞാൻ അപ്പോൾ പറയുന്നതാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാൻ 2 സവാള, അതുപോലെ തന്നെ നമ്മൾ സാധാ ബിരിയാണിക്ക് എടുക്കുന്ന പോലെ തന്നെ നമ്മൾ കുക്കറിൽ ചെയ്യുന്നത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുന്നതെന്ന് മാത്രം. അതായത് നമ്മൾ ഞാൻ അര കിലോ ബിരിയാണിക്കുള്ള വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടി 2 വലിയ സവാള, അതുപോലെ തന്നെ 1 കിലോൻ്റെ നേരെ പകുതി കാര്യങ്ങളെല്ലാം എടുക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ബിരിയാണി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അളവൊക്കെയാണ് കേട്ടോ. 2 വലിയ സവാള എടുക്കുക, പിന്നെ 1 തക്കാളി മതി കേട്ടോ. 1 കിലോ റൈസും 1 കിലോ ചിക്കനും തന്നെ എടുത്താൽ മതി. പിന്നെ ഒരു 4 പച്ചമുളക് എടുക്കുന്നുണ്ട്, നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ ഇത്. പിന്നെ ഒരു 5-8 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുക്കാം. ഇത്രയും ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തു, തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തു, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി 3 കൂടെ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കും കേട്ടോ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിളാണ്, ഞാൻ കാണിച്ചു തരാം. ഇതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും തക്കാളിയും നമ്മളിത് എല്ലാം കൂടെ എല്ലാം കൂടെ കുക്കറിലിട്ടിട്ട് വിസിലടുപ്പിച്ചെടുക്കുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. ഭയങ്കര ഈസിയാണ്, കണ്ടിട്ട് ടേസ്റ്റ് ഞാനൊരു ഗ്യാരണ്ടിയും പറയില്ല, നാളെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടേ പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയും, പിന്നെ അതിലേക്ക്
നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതില്ല അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഒരുമിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനത്തെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നുള്ളൂ. അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില പുതിനയില എല്ലാം ഇതാ മസാലയ്ക്കുള്ള എല്ലാം കട്ട് ചെയ്ത് ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഞാൻ പറഞ്ഞല്ലോ എല്ലാം കൂടെ ഒരുമിച്ച് കുഴച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു പാത്രത്തിൽ എയർ ടൈറ്റ് ആയിട്ട് അടച്ച് വെക്കണം കേട്ടോ. അരിഞ്ഞ് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഇനി അല്ല നാളെ രാവിലെ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, നാളെ രാവിലത്തേക്കാണെങ്കിൽ എനിക്ക് ഉച്ചക്കത്തേക്കാണ്, രാവിലത്തേക്കൊക്കെ നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ഉണ്ടാവൂലേ ഓഫീസിലേക്ക് കൊണ്ടുപോകാനും സ്കൂളിലേക്ക് കൊടുത്തു വിടാനൊക്കെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ പുറത്ത് തന്നെ വെച്ചാൽ മതി, എയർ ടൈറ്റ് ആയിട്ട് അടച്ച് വെച്ചാൽ മതി എന്ന് മാത്രം. ഫ്രിഡ്ജിലേക്ക് വെക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 3-4 അല്ലി കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ബിരിയാണി കാര്യങ്ങൾ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ഫിഷ് കറിക്കുള്ള തക്കാളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലും കൂടെ ഇട്ട് വെക്കുന്നുണ്ട്. ഇത് ഞാൻ നാളെ നേരം വെളുത്തിട്ടുള്ള കാര്യങ്ങളും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് എനിക്കിതെങ്ങനെയാണ് ഇത് ഹെൽപ്ഫുൾ ആകണത് എന്നുള്ളതൊന്നും കൂടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നത്. ഇതെനിക്ക് ഭയങ്കര പണിയായിട്ട് ഭയങ്കര മലയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അങ്ങനെ തോന്നുന്നവർ ചെയ്യണ്ട. അപ്പോൾ കുറച്ചുകൂടി ഈസി ആക്കും എന്ന് തോന്നിയിട്ടുള്ളത് ചെയ്തു വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു വെച്ചോ കേട്ടോ. ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച്. പിന്നെ ചിലർക്ക് തോന്നും ഇതിപ്പോൾ നാളെയും പണിയെടുക്കണം, ഇന്നും ഇപ്പോൾ പണിയെടുക്കണോ, അങ്ങനെ ചിന്താഗതി ഉണ്ടെങ്കിൽ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സുഖം അറിഞ്ഞവർ എന്തായാലും ചെയ്തു വെക്കും. അപ്പോൾ എനിക്കത് അറിയാം, അതുകൊണ്ടാണ് കേട്ടോ ചെയ്തു വെക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്നും വൃത്തികേടാക്കിയിട്ടിട്ടില്ല. ആ ഒരു വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു, അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് വെച്ച് അത് വേസ്റ്റ് ബിന്നിലിട്ടു. പിന്നെ അപ്പം എടുത്തിട്ടുള്ള ആ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതും കയ്യോടെ അങ്ങ് കഴുകിയിട്ട് മാറ്റി നമ്മൾ കിച്ചണ് സിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് കൗണ്ടർ ടോപ്പും കിച്ചൺ മൊത്തം ഒന്ന് നല്ല നീറ്റാക്കിയിട്ട് വെക്കണം കേട്ടോ. വൈപ്പ് ചെയ്യാനുള്ള വൈപ്പ് ചെയ്ത് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എല്ലാം റെഡിയാക്കിയിട്ട് നീറ്റാക്കിയിട്ട് വേണം കിച്ചണിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ കുക്ക് ചെയ്ത് അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ടെങ്കിലും, നമ്മളൊരു പ്ലാനിങ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഇത് മാക്സിമം നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അത് നിങ്ങൾ അടുത്ത ദിവസം നിങ്ങളെ എന്താ പറയുക കുറച്ചുകൂടി ഈസിയാക്കും. മാത്രമല്ല നമ്മളെ മൂഡ്, അതായത് നമ്മളെ എനർജി ലെവൽ ഉണ്ടല്ലോ അത് കുറക്കും. നമ്മൾ ഈ കിച്ചണൊക്കെ മോശമാക്കിയിട്ട് ഒരു കൊട്ടത്തള്ളം മുഴുവൻ പാത്രങ്ങൾ സിങ്ക് നിറച്ച് പാത്രങ്ങളൊക്കെ ആക്കിയിട്ട് പോയാൽ പിറ്റേ ദിവസം അങ്ങ് പോയി കിട്ടും. അതാണ് കാര്യം. എന്നെ സംബന്ധിച്ചോളം അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല ആ ഒരു കിച്ചണിലേക്ക് വരാനായിട്ട്. എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നറിയില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എപ്പോഴെങ്കിലും അങ്ങനെ ഇട്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഒരു ദിവസം ഒന്നും ഇട്ടിട്ട് പോകുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. കാര്യം നമുക്ക് വയ്യാകിയ കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരാൾ ഹെൽപ്പിനില്ലെങ്കിൽ നമുക്കതല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടാവില്ല. അതിലൊന്നും തെറ്റുന്നില്ല. പക്ഷെ ഡെയിലി നമ്മൾ അങ്ങനത്തെ ആ ഒരു ശീലം ഇല്ലാണ്ടിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ വേണ്ട ബിരിയാണിക്ക്, അതുപോലെ തന്നെ ഫിഷ് കറിക്കുള്ള മീൻ അതൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെക്കണ്ടേ. അപ്പോൾ നമ്മൾ മീനും ചിക്കനും ഫ്രിഡ്ജിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. കഴുകി ക്ലീൻ ചെയ്തിട്ട് ഞാൻ അത് എത്രയാണോ ഉള്ളത് അതിൽ നികക്കെ വെള്ളം ഒഴിച്ചിട്ട്, അതായത് ഓരോ ദിവസത്തിനുള്ളത് വേറെ വേറെ ബോക്സിലേക്ക് ആക്കിയിട്ട് വെക്കും കേട്ടോ. എയർ ടൈറ്റ് ആക്കിയിട്ട് വെക്കും. കഴുകി ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പം നമ്മൾ എന്നാണ് എടുക്കുന്നത് അത്രയും ദിവസം നല്ല ഫ്രഷായിട്ട് നമുക്ക് ചിക്കനും ബീഫൊക്കെ ഉണ്ടാവും കേട്ടോ. തേങ്ങ ചിരകിയത് ഇന്നെനിക്ക് ഫ്രീസറിലുണ്ട്. പിന്നെ വെളുത്തുള്ളി തൊലി കളഞ്ഞത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പണിയൊന്നും എനിക്ക് വന്നിട്ടില്ല. അതില്ലാത്ത ദിവസം അതും കൂടെ ചെയ്യും. അപ്പോൾ വേറെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസി ആവുന്ന കാര്യങ്ങളുണ്ടാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അടുത്ത ദിവസത്തേക്കുള്ളത്. ഇനി നമുക്ക് അടുത്ത ദിവസം രാവിലെ കാണാം. അപ്പോൾ രാവിലെ നല്ല അടിപൊളി കാലാവസ്ഥയാണ് കേട്ടോ. റഫീഖില്ല, ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, ഇപ്പോൾ വന്നിട്ടില്ല, ഇപ്പോൾ വരും. അപ്പോൾ എനിക്ക് കുറച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കണം. ഞാൻ രാവിലെ എൻ്റെ പ്രയറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ പുറത്ത് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമല്ലോ, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഞാൻ ഇതിനായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊരു നല്ല രസമാണ്. നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും കേട്ടോ. മൈൻഡ് നല്ല ഫ്രഷ് ആവും.
അങ്ങനെ കുറേ നേരം ഫ്രഷ് ആക്കുന്നില്ല, ഞാൻ മുറ്റമൊക്കെ ഒന്ന് വേഗം അടിക്കട്ടെ കേട്ടോ. റഫീക്ക ഉള്ള എന്താ പറയുക വരാൻ നിൽക്കുന്ന ദിവസം ഞാൻ വേഗം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക, കുറച്ചെന്തെങ്കിലും ഒന്ന് ഒരുക്കി വെക്കും. കാര്യം ഉള്ളപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നിട്ടും ഇങ്ങോട്ട് നടന്നിട്ടും അവരെ കൂടെ നടന്നിട്ടും നമുക്ക് പണി ചെയ്യാനൊരു മൂഡ് കുറച്ചൊന്ന് കുറയുമല്ലോ സാധാരണ ദിവസത്തിനേക്കാളും. ഇന്ന് റഫീക്ക ഫ്രീ ആയിട്ട് ഇവിടെ ഉണ്ടല്ലോ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം മുറ്റമൊക്കെ അടിച്ചു കേട്ടോ. വരുമ്പോഴത്തേക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുറച്ച് ചെടികളൊക്കെ ഒന്ന് ആ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ ആന്തൂര്യത്തിനൊക്കെ ഒന്ന് വെള്ളം നനക്കാനുണ്ടായിരുന്നേ, അതൊക്കെ ഒന്ന് നനച്ചിട്ട് വന്നു. ഇനി ഞാൻ എൻ്റെ മീനും ചിക്കൻ ഇപ്പം തന്നെ കഴുകുന്നില്ല, ആ തണുത്ത വെള്ളത്തിൽ അങ്ങനെ തന്നെ വെക്കോട്ടെ. അതെനിക്ക് ഉച്ചക്കത്തേക്കല്ലേ, വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം, ഫ്രീസറിലേക്കല്ല. തണുത്ത വെള്ളത്തിലായതുകൊണ്ട് ഒന്നും വരില്ല, അപ്പോൾ അങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. മീൻ ഞാനൊക്കെ ഒന്ന് കഴുകി വർക്ക് ഏരിയയിൽ പോയിട്ട് ഞാനൊന്ന് കഴുകി വിട്ട് വന്നോട്ടെ. ഇവിടെ നിന്ന് ഞാൻ അധികം മീൻ കഴുകലില്ല, അത്യാവശ്യ ഘട്ടങ്ങൾ ചെയ്യും, പക്ഷെ വർക്ക് ഏരിയയിൽ നിന്നാണ് കേട്ടോ, വർക്ക് ഏരിയയിൽ സിങ്കിൽ നിന്നാണ് കഴുകുക. അങ്ങനെ ഇനി നമുക്ക് മീൻ കറി വെക്കാം. പത്തിരിക്ക് കുറേ ദിവസമായിട്ട് ഞാൻ പത്തിരി ഇങ്ങനെ ആ ഒരു കുഴക്കാനൊക്കെ ഉള്ളൊരു പാട് എൻ്റെ കയ്യിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഷോൾഡറിന്. അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസമായിട്ട് നൈസ് പത്തിരിയും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് നൈസ് പത്തിരിയും മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരകിയത് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ എണീറ്റപ്പം. അപ്പോൾ അത് ജാറിലേക്ക് ഇട്ട് കൊടുത്തു. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, കുറച്ചൊരു 3-4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 2 അല്ലി ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് അരച്ചെടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതവിടെ നമ്മളെ പത്തിരിക്ക് വെള്ളം തിളക്കുമ്പോഴത്തേക്ക് ഞാൻ അരപ്പ് റെഡിയാക്കിയിട്ട് എടുത്തേ. ഇനി നമ്മളെ വെള്ളമൊക്കെ അതാ തിളച്ച് വന്നിട്ടുണ്ട്. പത്തിരിക്ക് വാട്ടുന്ന എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. അപ്പോൾ ഞാൻ കാണിച്ച് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓടി പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു, നമ്മൾ ആ പത്തിരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു, ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ പത്തിരിക്ക്. അപ്പം നൈസ് പത്തിരിക്ക് നല്ലൊരു കറി തന്നെ വേണം കേട്ടോ. ആ കറിയും ഈ കറിയും ഒന്നും പറ്റില്ല, ഒന്നുകിൽ മീൻ കറി ഇല്ലെങ്കിൽ ചിക്കൻ കറി, ബീഫ് കറി, അങ്ങനത്തതൊക്കെയാണ് കേട്ടോ ഇവിടെ ഇഷ്ടം. ഞാൻ തക്കാളി ചട്നി ഒക്കെ ഉണ്ടാക്കും, പക്ഷേ എനിക്കെൻ്റെ ഒരു മൂഡുണ്ടാവില്ല കേട്ടോ അങ്ങനത്തെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റഫീക്ക വീട്ടിൽ ഉള്ള ദിവസമാകുമ്പോൾ ഒന്നും കൂടെ നമ്മൾ ഫുഡ് നമ്മൾ ഇഷ്ടമുള്ളതാട്ടോ ഉണ്ടാക്കുക. കാര്യം എന്നും രാവിലെ നമ്മളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഒരു സമാധാനത്തോട് കൂടെ കഴിക്കാതെ വേഗം വേഗം തിന്ന് ഓടുകയല്ലേ ചെയ്യുക. അപ്പോൾ ആ ഒരു ഇത് ആസ്വദിച്ച് കഴിക്കില്ലല്ലോ. അപ്പോൾ ഇവിടെ ഉള്ള ദിവസം നല്ല ഇഷ്ടത്തോടു കൂടി നല്ല ആസ്വദിച്ച് സമയം എടുത്തിട്ട് കഴിക്കുന്ന ദിവസമല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ വാട്ടി ഇനി അതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഫിഷ് കറി ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പച്ചമുളകുമില്ലേ അതൊക്കെ ഇട്ട് കൊടുത്തു. ഉലുവ പൊട്ടിച്ചു, വെളിച്ചെണ്ണയിലേക്ക് ഉലുവ പൊട്ടിച്ചു, അതും കൂടെ ചേർത്ത് കൊടുത്തു. ഈ സമയം നിങ്ങൾ വേണമെങ്കിൽ ഒരു 4-5 വെളുത്തുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ തക്കാളിയിലേക്ക് ഞാൻ മറന്നു പോയിട്ടുണ്ട്, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാനത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കാരണം അത് നിങ്ങളോട് പറയാൻ വിട്ടുപോകാണ്ടിരിക്കാനാണ് അങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ വഴന്നു വന്നപ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു മീൻ കറിയില്ലേ, ഇത് ഇവിടുത്തെ സ്റ്റൈലാണ് കേട്ടോ. നമ്മൾ കല്യാണം കഴിഞ്ഞ് വരുമ്പം നമ്മൾ കല്യാണത്തിന് മുമ്പേ റെസിപ്പിയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനത് പഠിച്ചു വെച്ചത് ഇവിടെ വന്നിട്ട് ഇതേ അല്ല കേട്ടോ, വേറെ സ്റ്റൈൽ. ഇപ്പോൾ ഈ ഒരു മീൻ കറിയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ചത് ഇതായിരുന്നില്ല കേട്ടോ, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതായിരുന്നു. അപ്പോൾ നമ്മൾ വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ ആ ഒരു സ്റ്റൈലിനനുസരിച്ചാണല്ലോ നമ്മൾ പിന്നെ കുക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു മീൻ കറിയാണ് ഇന്ന് ഞാൻ വെക്കുന്നത്. പല ടൈപ്പ് വെക്കാറുണ്ട്, അപ്പോൾ ഇന്ന് ഇവരുടെ ഒരു സ്റ്റൈല് മീൻ കറിയായിട്ട്, ഈ വീട്ടത്തെ സ്റ്റൈല്. അപ്പോൾ നമ്മൾ മീനൊക്കെ അത്യാവശ്യം വെന്ത് വന്നു. ഇനി കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് മീൻ കറി അവിടെ ഇറക്കി വെക്കാം നമുക്ക്. പത്തിരിക്കല്ല് ഞാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്, പത്തിരിക്കല്ലൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അത് മീൻ ചട്ടി ഇറക്കിയാലേ എനിക്കിവിടെ പത്തിരി ചൂടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കറി ആവുന്നതിൻ്റെ ഇടയിലൂടെ ഞാൻ പത്തിരിയൊക്കെ ഒന്ന് വാട്ടിക്കുഴച്ച് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നമുക്ക് ചുട്ടെടുക്കാം. കുറച്ച് പരത്താനും റഫീക്കയും കൂടിയിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അതുകൊണ്ടാണ് വേഗം കഴിഞ്ഞത്. റഫീക്കക്ക് കുക്കിങ്ങിന് അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് വലിയ താല്പര്യമില്ല, ചെയ്തു തരുന്നേ ഉള്ളൂ. പക്ഷെ എപ്പോഴൊന്നും ചെയ്തു തരില്ല, വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നമ്മൾ പറഞ്ഞാൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു അവസ്ഥ കണ്ടിട്ട് ചെയ്യുന്നതൊക്കെയാണ്. ഉള്ളിയൊക്കെ തൊലിച്ചു തരും കേട്ടോ, അല്ലാത്തത്. പിന്നെ ഇഷ്ടം കുക്കിംഗ് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ നമുക്ക് വയ്യെങ്കിൽ, ഇപ്പോൾ എനിക്ക് വയ്യാണ്ടിരിക്കുക ചിലപ്പോൾ ആ പീരിയഡ്സിൻ്റെ ടൈമിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു എന്തിനെങ്കിലുമൊക്കെ ആഗ്രഹം പറഞ്ഞാൽ, അല്ലെങ്കിൽ അന്നത്തെ രാത്രിയിലത്തെ ഫുഡൊക്കെ ആക്കണം എന്ന് വെച്ചാൽ അതൊക്കെ ആക്കും. ഇങ്ങനെ ചോദിച്ചിട്ട് ആക്കോട്ടോ. അല്ലാണ്ട് ഇഷ്ടം ക്ലീനിങ് ആണ്, പാത്രം കഴുകാൻ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് തരും. നമുക്ക് എന്തെങ്കിലും ടൈമില്ലാത്ത അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു തരും. അല്ലാണ്ട് ഇഷ്ടമല്ല, ഇഷ്ടത്തിൽ ചെയ്യുന്ന പണിയല്ല. നമ്മളിപ്പോൾ ഇഷ്ടമില്ലാത്ത പണികൾ ചെയ്യുന്നില്ല. അതുപോലെ അല്ലാതെ ഇപ്പം അലക്കൽ പറഞ്ഞാൽ, മുറ്റടിക്കൽ പറഞ്ഞാൽ അതൊക്കെ
ഇഷ്ടത്തിൽ ചെയ്യുന്ന കാര്യം, ഒരു മടിയുമില്ല. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്. പത്തിരിക്ക് വരത്തലും കാര്യങ്ങളൊക്കെ തന്നേ ഉള്ളൂ കേട്ടോ, വലിയ ഇഷ്ടത്തിലൊന്നും ചെയ്യുന്നതല്ല. ഞാൻ കിച്ചണിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അതിന് കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിന്നപ്പോൾ ചെയ്തു തന്നതാണ്. അപ്പോൾ ഇതാ നമ്മളെ പത്തിരി ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ, എന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ പത്തിരി ചൂടലൊക്കെ കഴിഞ്ഞ് ഇനി എൻ്റെ മൈൻഡിൽ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ റഫീഖാനോട് മേലെ ചായ ഓടി കഴിഞ്ഞിട്ട് മേലെ പോയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ ബെഡ്റൂമിൽ നിന്ന് ഒന്ന് നീറ്റാക്കി വെക്കണം എന്നുണ്ടേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സമയം പോലെ പതുക്കെ പതുക്കെ എന്തെങ്കിലുമൊക്കെ ക്ലീനിങ് ഇപ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ, പറ്റുന്ന ദിവസങ്ങളിൽ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പിന്നെ അടഞ്ഞ മഴ പോയപ്പോൾ ഒരു ക്ലീനിങ് പതുക്കെ ഇങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ മാത്രമല്ല, മഴേൻ്റെ മാത്രമല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തോളമായിട്ട് മഴ തുടങ്ങിയപ്പോഴും പിന്നെ വയ്യായിക വന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടും റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നപ്പോഴുള്ള വൃത്തികേടും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കൈകൊണ്ട്. നമുക്ക് അത്രയും റെസ്റ്റ് എടുത്താൽ പിന്നെ നമുക്ക് ചെയ്യാമല്ലോ എന്നുള്ളൊരു മൈൻഡായിരുന്നു. കാരണം അത് മാറാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ അത് വീണ്ടും എന്താ പറയുക, എപ്പോഴും നമുക്ക് ആ ഒരു വേദനയായിട്ട് കിട്ടുന്ന രീതിയിലാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കടത്തം മാത്രമായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ല മോശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഡ്റൂമിലാണെങ്കിലും ഒക്കെ എനിക്കൊരു ഒരു ഒരു ആ ഒരു സന്തോഷം കിട്ടുന്നില്ല കേട്ടോ. ആ ഒരു മൈൻഡ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അപ്പോൾ പതുക്കെ ഒരു റൂമിലൊരു ഭാഗമെങ്കിലും പതുക്കെ 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 ക്ലീൻ ചെയ്തിട്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് വരാമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുഴപ്പമില്ല. ഞാൻ അതുകൊണ്ടാണ് മുൻകൂട്ടിയിട്ട് ഇന്നലെ ആ ഒരു ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചില്ലേ. പിന്നെ അത് ഉണ്ടാക്കൽ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കുളിയും എല്ലാം കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ ചാവടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം ബെഡ്റൂം വിചാരിച്ച കാര്യങ്ങൾ തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് തട്ടി മാറാതെ ഉണ്ടെങ്കിൽ പോട്ടെ. അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഫാനിൻ്റെ അവിടെ അങ്ങനെയൊക്കെ. പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി പിന്നെ ക്ലോത്ത് വെച്ചിട്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തു. വുഡ് ഏരിയ ഒക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നനച്ച് തുടക്കുന്നില്ല, ഡ്രൈ ആക്കിയിട്ട് ക്ലോത്ത് നനക്കാതെ തുടച്ചെടുക്കുക കേട്ടോ ചെയ്തത്. കട്ടിലും അലമാരയും വാതിലും എല്ലാം ഒന്ന് തുടച്ചു ആ റൂം ഫിനിഷ് ചെയ്തിട്ടോ. കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തത്. നിങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് തീരുന്നത് പോലെ തോന്നും. ഇനി സാധാരണ ഇന്നത്തെ ദിവസത്തെ പണിയുള്ളൂ. എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചു. പിന്നെ ടേബിൾ ടീപ്പോയൊക്കെ ഒന്ന് തുടച്ചു. ഇനി താഴത്തെ ഫ്ലോർ ഒന്ന് തുടക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം ഒന്ന് അടിച്ചു വാരി എല്ലാം ഒന്ന് തുടച്ചു. ഇനി ബെഡ്റൂമൊക്കെ ഒന്ന് എല്ലാ ബെഡ്ഷീറ്റൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇവിടെയല്ലേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ, ബാക്കി എല്ലാം ഓരോന്ന് എനിക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം മാത്രം ബെഡ്ഷീറ്റെല്ലാം മാറ്റി ഒന്ന് ക്ലീനാക്കി ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് എന്നത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുളി നടന്നിട്ടില്ല, കുളിക്കാനുണ്ട്. പിന്നെ ഇന്ന് ഒരു ബാത്റൂമും കൂടെ കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴാണ് ബാത്റൂം കാണിക്കലില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേ ഒരു ബാത്റൂം ഡീപ്പ് ക്ലീനിങ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. പിന്നെ രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല കേട്ടോ, അത് വേറെ കാര്യം. സമയം കണ്ടോ, 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വേഗം കുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വരാം. ഇതാ ആ ഒരു കുളിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ബാത്റൂമും കൂടെ കഴുകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റാത്തത്. പിന്നെ വേഗം എനിക്ക് വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉണ്ടാവില്ല. ഒന്നുമില്ല, നമ്മൾ ഹാർപ്പിക്കില്ലേ അത് ഞാൻ ഒഴിച്ചിടും. അത്യാവശ്യം ഒരു 2-3 മണിക്കൂർ ഒഴിച്ചിടും കേട്ടോ. ബാത്റൂം ഒന്ന് നനച്ചിട്ട് ഒഴിച്ചിടും. അപ്പോൾ അത് എത്ര നേരം ഇരിക്കുന്നത് അത്രയും എനിക്ക് ക്ലീൻ ആകുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ ആദ്യം സോപ്പ് പൊടി ഇട്ടിട്ടായിരുന്നു കഴുകൽ, പക്ഷേ എനിക്ക് കറ പിടിക്കുന്നത് പോലെ തോന്നിയിട്ടാണ് ക്ലോസറ്റ് ഏരിയകളിൽ. പക്ഷേ ഇതായപ്പോൾ നല്ലതാണ് കേട്ടോ. അത് ഇന്നതെന്നൊന്നുമില്ല, ബാത്റൂം ക്ലീനർ അത്രയേ ഉള്ളൂ. ഹാർപ്പിക്കുന്നൊന്നും ഞാൻ എടുത്ത് പറയുന്നത്, ഞാൻ ഉപയോഗിക്കുന്നത് അതാണെന്ന് മാത്രം. എന്നിട്ട് ഉരച്ച് കഴുകും. ഫ്ലോറും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി അവിടെയുള്ള എല്ലാം കഴുകി നീറ്റാക്കിയിട്ട് വെക്കും. ടാപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി തുടച്ചിട്ടും കൂടി ചെയ്യും. ടാപ്പിലേക്ക് ആ ഹാർപ്പിക്ക് ക്ലീനർ കാര്യങ്ങൾ ആവരുത് കേട്ടോ. അത് നമ്മൾ കഴുകി എടുത്താൻ വേണ്ടിയിട്ട് മാത്രം മതി, അതിൽ അടയാളം വീഴും, അതാ പറഞ്ഞത്. പിന്നെ എല്ലാം ഒന്ന് എന്താ പറയുക, ബാത്റൂം ഇപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞിട്ട് ആര് കുളിക്കുകയാണെങ്കിലും ഇപ്പോൾ ഒരു തവണ അങ്ങനെയല്ല, ഒരു തവണ ബാത്റൂം കയറി കഴിഞ്ഞാൽ നമ്മൾ വൈപ്പർ ഉപയോഗിച്ചിട്ട് വൈപ്പ് ചെയ്തിടുക, നനവോട് കൂടി ഇടരുത്. അപ്പോൾ ബാത്റൂം എന്താ പറയുക പെട്ടെന്ന് മോശമാവുകയില്ല. ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും ബാത്റൂമിൽ ഉണ്ടാവില്ല, നല്ല നീറ്റായിട്ട് ഇരുന്നോളും. ഒരാൾ പോയി കഴിഞ്ഞാൽ ആൾ നനവോട് കൂടി കയറി വരരുത്, വൈപ്പ് ചെയ്തിട്ടിട്ട് വേണം കയറി വരാൻ. അപ്പോൾ എപ്പോഴും നമ്മളെ ബാത്റൂം നല്ല ഡ്രൈ ആയിട്ട്
ഇരുന്നോളും. അപ്പോൾ ബാത്റൂം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതാ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ആക്കാനുണ്ട്. ഇപ്പോൾ എൻ്റെ ചെറിയൊരു സ്കിൻ കെയർ കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാം ഒന്ന് വൈകിയിട്ടുണ്ട് കുറച്ച്, എന്നാലും കുഴപ്പമില്ല, വിചാരിച്ച കാര്യങ്ങളൊക്കെ ഏകദേശം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മോർണിംഗ് സ്കിൻ കെയർ, അതായത് നമ്മളൊരു എന്താ പറയുക, ഫേസ് രാവിലെ കഴുകുമല്ലോ, കഴുകിയിട്ട് ഫേസ് വാഷോ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് കഴുകിയിട്ട് കുറച്ച് നമ്മുടെ റോസ് വാട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം, പിന്നെ ഒരു സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അതാണ് എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ കേട്ടോ. അതുപോലെ തന്നെ നൈറ്റും സ്കിൻ കെയർ ചെയ്യും. എന്തിനും സമയമില്ലെങ്കിൽ ഇത് മുടക്കാറില്ല കേട്ടോ. പിന്നെ ഒരു ലിപ് ബാമും, ഇത്ര തന്നെ. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവുന്ന രീതിയിൽ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ ആണെങ്കിലും ഒക്കെ, വീട്ടിലാണെങ്കിലും നമ്മൾ നല്ല ഒരുങ്ങി നല്ല ഫ്രഷ് ആയിട്ട് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. ഇനി നമ്മൾ ബിരിയാണി ഉണ്ടാക്കണ്ടേ. അപ്പോൾ ബിരിയാണിയിലേക്ക് നമ്മൾ ഇന്നലെ റെഡിയാക്കി വെച്ച കാര്യങ്ങളെല്ലാം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ടേസ്റ്റ് പിന്നെയും പറയാം. നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റായിട്ടുള്ളൊരു റിവ്യൂ പറഞ്ഞു തരാം കേട്ടോ. ഇനി അതിലേക്ക് തന്നെ നമ്മൾ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിരിയാണി പീസ് ചെറുതാണെങ്കിലും കുഴപ്പമില്ല, വലുതാണെങ്കിലും കുഴപ്പമില്ല, ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കിലോ റൈസാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 1/2 കിലോ തന്നെ ചിക്കനും മതിയാവും കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ, ഇനി എൻ്റെ എല്ലാ ബിരിയാണി ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ ഇടുന്നത്, 1 ടീസ്പൂൺ ഫുള്ളായിട്ട് 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 കപ്പ് തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ്, ചിക്കനിലേക്ക് മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തൈരിന് ഇപ്രാവശ്യം ഞാൻ എന്താ പറയുക, ചെറിയ പുളിയോട് കൂടിയുള്ള തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പുളിക്ക്. പിന്നെ ഞാൻ സാധാരണ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കാറ്. തൈരില്ലെങ്കിൽ വിനാഗിരിയോ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തോ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ, നിങ്ങൾ എന്തിലാണ് മസാല ഉണ്ടാക്കുന്നത് ആ ഒരു ഐറ്റം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് കുഴച്ച് മാറ്റി വെക്കുക. ഇനി നമ്മൾ റൈസ് ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു സമയം വരെ അതവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഗീ റൈസ് നമ്മൾ അടുപ്പിലാണ്, കുക്കറിലല്ല ഉണ്ടാക്കുന്നത്. അടുപ്പിൽ ഉണ്ടാക്കിയിട്ട് ഒരു പകുതി വേവ് ആക്കിയിട്ടെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ആ കുക്കറിൻ്റെ മുകളിലേക്ക് തട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒറ്റ വിസിൽ നമ്മൾ ബിരിയാണി റെഡി. ദമ്മും കാര്യങ്ങളൊക്കെ അതിൽ സെറ്റാവും. അപ്പോൾ ഇതാ ഞാൻ റൈസ് ഉണ്ടാക്കുന്നത് ഓയിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇനി സാധാ നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാൻ സവാളയൊന്നും വഴറ്റലില്ല കേട്ടോ. സവാള ക്യാരറ്റൊന്നും ഞാൻ ഇടാറില്ല. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കും. ഒരു 2 എണ്ണം വെച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഇട്ട് കൊടുക്കും. പട്ട ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കും. ഒരു പിഞ്ച് വലിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കും. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും ഓയിലിലേക്ക്. നിങ്ങൾക്ക് ഈ സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കാൻ, ഞാൻ ബിരിയാണി അല്ലേ, നെയ്ച്ചോറാണ് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കും. ബിരിയാണി ആയതുകൊണ്ട് അവസാനം ദമ്മിടുമ്പോൾ ചേർക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പട്ട, ഗ്രാമ്പൊക്കെ ഒന്ന് എടുക്കട്ടെ. പിന്നെ അത്ര തന്നെ. പിന്നെ ഈ ഒരു റൈസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ കൈമ ജീരകശാല റൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കേട്ടോ. നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ ശരിക്ക് ഡബിൾ എടുക്കണം. 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എടുക്കണം. പക്ഷേ നമുക്ക് പകുതി വേവാക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. ഇതെന്നറിയാം, ഇതിലിടാനല്ല കേട്ടോ. ഇത് നമ്മളെ പീനട്ട് ബട്ടറാണ്. ഇപ്പോൾ എനിക്ക് ഒരു ചോക്ലേറ്റൊക്കെ കഴിക്കാൻ, മധുരം കഴിക്കാനൊക്കെ ഒരു ക്രേവിങ്സ് വരുമല്ലോ. ആ ഒരു സമയത്ത് ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് കഴിക്കും കേട്ടോ. അത് ഞാനിങ്ങനെ കൊണ്ടുവന്ന് വെക്കും. എപ്പോഴും കഴിക്കില്ല, വല്ലപ്പോഴും കേട്ടോ, എല്ലാ ദിവസവും കഴിക്കില്ല. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയുള്ളത് മാത്രമൊന്നുമല്ല കേട്ടോ, നമുക്കും എൻജോയ് ചെയ്യണ്ടേ. അപ്പോൾ അതവിടെ കുറച്ചായിട്ട് ഇങ്ങനെ കഴിക്കലവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്കൊക്കെ ഇട്ട് കൊടുത്തു, ജീരകം, കറിവേപ്പില എല്ലാം. ഇനി അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സാധാ നിങ്ങൾ ഗീ റൈസ് ഉണ്ടാക്കുന്ന അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ റൈസ് ഇട്ട് കൊടുക്കുക, ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട്. ഇനി റൈസൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ കുറച്ച് വിനാഗിരി, 1-2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അരിയൊക്കെ ഒന്ന് വിട്ട് നിൽക്കാനും നല്ല പ്യുവർ വൈറ്റ് കളർ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് അരി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ തിളച്ച് ഒന്ന് റെഡി ആയിട്ട് വന്നപ്പോൾ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തു. ഇനി അടച്ച് വെച്ചിട്ട് ഒന്ന് വെള്ളം വറ്റി വരുന്നതുവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ, ചെറുതായിട്ട് വറ്റി വരുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ പകുതി വേവാക്കിയാൽ മതി. എൻ്റെത് ഇച്ചിരി കൂടെ വെന്തിട്ടുണ്ടായിരുന്നേ. അപ്പം അത്രയും ആവണ്ട, 1/4 വേവൊന്നും ആവണ്ട കേട്ടോ, ഒരു പകുതി വേവ് തന്നെ മതി. ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ കുക്കറിലിടുന്ന സമയത്ത് ഒന്നും കൂടെ വേവേ. അപ്പോൾ റൈസ് അവിടെ കുക്കാകട്ടെ. ആ ഒരു സമയത്ത് ഞാൻ വാഷിംഗ് മെഷീനിൽ കുറച്ച് അലക്കിയിട്ടുണ്ടായിരുന്നേ. ഇന്ന് എനിക്ക് അലക്കാനുള്ളത് ഫുൾ വൈറ്റുകളാണ് കേട്ടോ.
റഫീഖ നിസ്കരിക്കുന്ന മുണ്ടുകളും നിസ്കാരക്കുപ്പായങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് ആറിട്ടിട്ട് ചെല്ലട്ടെ, അപ്പോഴത്തേക്കും നമ്മൾ റൈസ് റെഡി ആവുമല്ലോ. നന്നായിട്ട് മഴ മൂടലുണ്ട് കേട്ടോ. രാവിലെ അതുപോലെ മൂടി വന്നു, പിന്നെ വെയിലായി, ഇപ്പോൾ ദാ വീണ്ടും ഇപ്പം പെയ്യും എന്നുള്ള വക്കിലേക്ക് എത്തിയിട്ടുണ്ട്. വക റഫീഖൊക്കെ താഴെ ഉണ്ട് കേട്ടോ. റഫീഖ കുളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വാവയും കുളിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ നമ്മളെ റൈസ് അവിടെ വെന്ത് വരുന്നുണ്ടാവും കേട്ടോ. ഇപ്പം ഞാൻ ആറിടലൊക്കെ കഴിഞ്ഞ് വേഗം വന്ന് നോക്കി, അപ്പോൾ റൈസ് കുക്കായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത്രയും കുക്ക് ആവണ്ട, എൻ്റെതൊരു 3/4 ആയിപ്പോയിട്ടുണ്ടായിരുന്നു. അത്ര ആവണ്ട കേട്ടോ, പകുതി കുക്കായാൽ മതിയേ. ഇനി ഈ റൈസ് മുഴുവൻ നമുക്ക് വെള്ളം വറ്റി വന്നോട്ടെ കേട്ടോ. എന്നാലും ഒരു ഇങ്ങനെ പെർഫെക്റ്റ് ഗീ റൈസ് ആവണ്ട, ഒരുപാട് ഇങ്ങനെ വറ്റുമൊന്നും വേണ്ട. ഇനി നമ്മൾ അതിലിടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി ആ ഒരു വേവിക്കാത്ത നമ്മുടെ മസാല ഇല്ലേ, ഉള്ളിയൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ വെച്ചിട്ടില്ല, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പക്ഷെ ഇത് നമ്മൾ എളുപ്പത്തിലൊരു തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതായതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നെയ്യ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ വെള്ളത്തിലാട്ടോ ചെയ്ത് കൊടുത്താൽ, പാലിലാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാലയിൽ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ, എയർ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഇനി ഗീ റൈസ് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കുഴഞ്ഞു പോകും കേട്ടോ, അതുതന്നെയാണ്. അപ്പോൾ അങ്ങനെ വേവാക്കി എടുക്കണ്ട, പകുതി വേവിച്ചാൽ മതി. ഇനി അതിലേക്ക് എന്തായാലും കുറച്ച് തൈരും നമ്മുടെ എന്താ പറയുക കച്ചമ്പറില്ലേ, അതൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല കട്ടി തൈരിൽ പച്ചമുളകും കാര്യങ്ങളും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ നാടൻ ചമ്മന്തി ഇല്ലേ, അതും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചമ്മന്തിയും റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ റൈസ് ഇനി സെറ്റായിട്ട് വന്നാൽ നമുക്ക് കഴിക്കാം, അത്രയേ ഉള്ളൂ. ബാക്കി പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രങ്ങൾ എനിക്കിപ്പോൾ ഇവിടെ ആയ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു ബോക്സിലാണ് ആക്കി വെക്കുക. ബാക്കി വരുന്ന എന്തെങ്കിലും ഉള്ളി അങ്ങനത്തെ പച്ചമുളക് കാര്യങ്ങൾ നമ്മൾ എടുത്തതിൻ്റെ തക്കാളി ബാക്കി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കണ്ടെയ്നറിലായിട്ട് ആക്കി വെക്കുക. അടുത്ത ദിവസം ഇത് നോക്കും എന്തായാലും, എന്നിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ടേ ബാക്കി നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ കുക്കർ എയറിലും പോയി നല്ല സെറ്റായിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്തായാലും. അപ്പോൾ ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ, അടിയിലൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല, നല്ല ഈസി ആയിട്ട് തന്നെ വീണിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ബിരിയാണീൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ മസാലയൊന്നും അതിൽ കണ്ടത് ചേർത്ത് കൊടുത്തിട്ടില്ല, എൻ്റെ മസാല തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. റൈസ് പറഞ്ഞല്ലോ ഇത്ര വേവേണ്ടവർക്ക് വെന്തിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ തണുക്കുമ്പോൾ ഇത് കറക്റ്റാണ്. പക്ഷെ ചൂടോടെ എനിക്ക് ചെറുതായിട്ടൊന്ന് കുറച്ചൊന്ന് വെന്ത പോലെ തോന്നി, അതെൻ്റെ മിസ്റ്റേക്കാണ്. പിന്നെ ചിക്കനും കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ബിരിയാണിയിൽ നിങ്ങൾക്ക് ആ ഒരു സവാളയും തക്കാളിയും ഒന്നും ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല, അതിങ്ങനെ അലിഞ്ഞിങ്ങനെ കുഴഞ്ഞ് കിടക്കൂലേ, അത്രയും ഇങ്ങനെ കുഴഞ്ഞ് കിടക്കൂല. പക്ഷേ നമ്മളത് മിക്സാക്കി കഴിഞ്ഞാൽ ഒരു ഈസി പീസി ബിരിയാണി നമുക്ക് കിട്ടും. പെട്ടെന്നൊരു ബിരിയാണിയൊക്കെ തിന്നാൻ തോന്നിയാൽ കഴിക്കുക. ഒരു ഗസ്റ്റ് വരുമ്പോഴും ഒന്നും നിങ്ങൾ ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ, കുട്ടികൾക്ക് പെട്ടെന്ന് രാവിലെ ഒരു ബിരിയാണിയൊക്കെ കൊണ്ടുപോകണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണി, അത്രേ ഇതിനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഭയങ്കര ടേസ്റ്റ് മസ്റ്റ് ട്രൈ ഐറ്റം ഒന്നും ഞാനിതിനെ പറയില്ല കേട്ടോ. എന്നാൽ എനിക്കൊരു കോഴിക്കോടൻ സ്റ്റൈൽ ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. മോശം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നിങ്ങളിത് മോസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് രാവിലെ ആക്കി കൊടുക്കാം, ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാം. നമുക്കൊരു മടിയൊക്കെ ഉള്ള ദിവസം, അല്ലെങ്കിൽ എന്താ പറയുക ഇന്നിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ മടിയാണ്, അപ്പോൾ ഈ ഒരു ബിരിയാണി അങ്ങ് തട്ടിക്കൂട്ടട്ടെ ഇത് മതി അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണി, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റും ഫ്ലേവറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അത്രയും എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഞാൻ റഫീഖയും വാവയും അവിടെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇരുന്നു കേട്ടോ. അതിനുശേഷം നല്ല ഉറക്കം വരുന്നുണ്ട്, കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ.
ഇതിപ്പോൾ നമ്മൾ വൈകുന്നേരം നെസ്റ്റോയിൽ വന്നതാണ് കേട്ടോ. നമ്മളെ കൽപ്പറ്റയുള്ള നെസ്റ്റോയിൽ വന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിന് ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഓരോരോന്നായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പാത്രങ്ങൾ, എനിക്കിഷ്ടപ്പെടുന്ന കുറച്ച് ഐറ്റംസൊക്കെ ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്യട്ടെ. കുറച്ച് ബിരിയാണി പോട്ട് അങ്ങനത്തതൊക്കെയാണ് എൻ്റെ മൈൻഡിലുള്ളത്. അപ്പോൾ അതൊക്കെയാണ് നോക്കുന്നത്. നല്ലൊരു ഉരുളി കേട്ടോ. പക്ഷെ എനിക്ക് അത്രയൊരു എന്താ പറയുക, ഒരു ക്വാളിറ്റി തോന്നിയില്ല. അങ്ങനെ അത് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടേ, നല്ല രസമുണ്ട്. അത്യാവശ്യം റേറ്റും ഉണ്ട്, 2000 സംതിങ് റേറ്റും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ റഫീഖ് അപ്പുറത്ത് ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ 4 ആൾക്കും 4 വെറൈറ്റി സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. ഓൾറെഡി വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.